കൊച്ചിൻ സ്റ്റാൻലിയൻസിന്റെ 25ാം വാർഷികവും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് സൈൻ കെടാമംഗലത്തിന് സ്നേഹാദരവും നൽകി. ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവ് സലീം കുമാർ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ സ്റ്റാലിയൻസിന്റെ 25ാം വാർഷികാഘോഷവും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് സൈൻ കെടാമംഗലത്തിന് ജന്മനാടിന്റെ സ്നേഹാദരവും നൽകി. ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവ് സലീം കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ ഒരു കലാകാരൻ നമ്മുടെ നാട്ടിൽ അംഗീകരിക്കപ്പെട്ടാൽ അവനെ ആദരിക്കാനും ബഹുമാനിക്കാനൊക്കെ നമ്മുടെ നാട് വളരെ മുൻപന്തിയിലാണ്. എനിക്ക് തന്നെ 500 സ്വീകരണോ നാഷണൽ അവാർഡ് കിട്ടിയിട്ട് ലഭിച്ചത്. 5 വർഷത്തോളം എനിക്ക് യാതൊരു പണിക്കും പോകാണ്ട് ഇത് തന്നെ വാങ്ങിക്കാനുള്ള മാത്രമായിരുന്നു എൻ്റെ അവസ്ഥ. അവസാനം ഞാൻ പത്രത്തിലൂടെ പറഞ്ഞു, ഇനി ഞാൻ സ്വീകരണത്തിനില്ല. അതേപോലെ സൈനോടും പറഞ്ഞു, ഇത് പെട്ടെന്ന് അവസാനിപ്പിച്ചോ, അല്ലെങ്കിൽ പണിക്ക് പോകാൻ പറ്റൂല. കാരണം ഓരോ ക്ലബുകളും വന്ന് അവർക്കൊരു ചടങ്ങ് അത്രേ ഉള്ളൂ, സ്വീകരണം എന്ന് പറഞ്ഞു. പക്ഷേ ഇത് അദ്ദേഹത്തിനോടൊപ്പം വേദികൾ പങ്കിട്ട് ഉറക്കം നിന്ന ഒരുപാട് കലാകാരന്മാർ ഒത്തുചേർന്ന് കൊടുക്കുന്നൊരു സ്വീകരണമാണ്. സൈനൻ എന്ന് വെച്ചാൽ ഞങ്ങൾ 3 പേരും ഒരുമിച്ചായിരുന്നു. പറവൂരിൽ ആദ്യം ശത്രുക്കളായിരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്നത് ശത്രുത ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ സൈനനുണ്ട്, പ്രദീപ് കൈതാരമുണ്ട്. ഞങ്ങൾ 3 പേരുമായിട്ടായിരുന്നു മത്സരങ്ങൾ. പിന്നീട് ഈ ശത്രുത ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി. പറവൂർ അംബേദ്കർ പാർക്കിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ രമേശ് ടി കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ പ്രസിഡന്റ് നാദിർ ഷാ ഉപഹാരം നൽകി. മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കലാഭവൻ ഷാജോൺ പൊന്നാട അണിയിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് CA രാജീവ്, കൌൺസിലർ ബീന ശശിധരൻ, രമേശ് പിഷാരടി, KS പ്രസാദ്, രാജേഷ് പറവൂർ, പ്രമോദ് മാള, വിനോദ് കെടാമംഗലം, സുധീർ പറവൂർ, താജ് പത്തനംതിട്ട, അനിൽ കലാഭവൻ, സുധീർ നവോദയ, സൈൻ കെടാമംഗലം എന്നിവർ സംസാരിച്ചു. AC ന്യൂസ് നോർത്ത് പറവൂർ.